ദുരന്തമേഖലയിലെ രക്ഷാപ്രവർത്തകർക്കായി മുഹമ്മദ് അലിയും സുഹൃത്തുക്കളും ചേർന്ന് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ കണ്ണീരിന്റെ ഉപ്പുരസം കൂടി കലർന്നിട്ടുണ്ട്. മഹാദുരന്തത്തിൽ 35 ഉറ്റ ബന്ധുക്കളെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായതിന്റെ വേദന കടിച്ചമർത്തിയാണ് കരുതലിന്റെ പാചകപ്പുരയിൽ ഇവർ കാരുണ്യത്തിന്റെ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇടറിയ സ്വരത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല മുഹമ്മദ് അലിക്ക്. ചൂരൽമലയിലെ രക്ഷാദൌത്യത്തിനായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങളൊക്കെ സ്ലോ ചെയ്യും. മറ്റൊന്നിനും വേണ്ടിയല്ല, ഇവിടെ എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇവിടെ നിന്ന് രക്ഷാദൌത്യം കഴിഞ്ഞ് ക്ഷീണിച്ച് മടങ്ങുന്നവർക്കും അവിടേക്ക് പോകുന്നവർക്കുമെല്ലാം ചായയും കടിയും വിശപ്പകറ്റാനുള്ള മറ്റ് ഭക്ഷണങ്ങളുമൊക്കെ നൽകുന്ന ഒരു ചെറിയ കൂട്ടായ്മയുണ്ട് ഇവിടെ. ഇവരെക്കുറിച്ച് കൂടി പറയാതെ പോയാൽ ഈ രക്ഷാദൌത്യത്തിൽ ഒരു നാടിനെ ചേർത്ത് നിർത്താനായി അവർ നടത്തിയ ഉദ്യമങ്ങൾ അത് പൊതുസമൂഹം അറിയാതെ പോയാൽ അതൊരു വലിയ കുറവ് തന്നെയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ജീപ്പ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, അതോടൊപ്പം തന്നെ റിസോർട്ട് ഉടമകൾ അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് തങ്ങളാലാവുന്ന സഹായം എന്ന വണ്ണം കഴിഞ്ഞ 12 ദിവസമായി തുടർച്ചയായി പുലർച്ചെ 6 മണി മുതൽ രാത്രി വൈകിയും അർദ്ധരാത്രി വരെ നീളുന്ന ഈ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ തുടരുകയാണ്. ചേട്ടാ, പേരെന്താണ്? മുഹമ്മദ് അലി. ഇത് എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ? നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലഡ് തുടങ്ങി അന്ന് മുതൽ ഉച്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇതൊക്കെ നമ്മളൊരു ഇതിൽ വന്നത്. ആളുകൾ കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങിയതാണിത്. ഫ്ലഡ് ഉണ്ടായ അന്ന് മുതൽ ആളുകൾ വെള്ളത്തിനും കുടിവെള്ളത്തിനൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പോ പിറ്റേ ദിവസം നമ്മള് പിന്നെ ഈ തൊള്ളാരങ്കണ്ടി റിസോർട്ടിലെ കുറെ സ്റ്റാഫ്, അവരെ മുതലാളിമാരൊക്കെ ഇവിടെ നമ്മളെ എല്ലാവരും അവിടെ നിന്ന് പിന്നെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ പിന്നെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താലോന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചന്ന് അവിടെ പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുന്നു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും ബിരിയാണി, രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും, രാത്രി ചിക്കൻ കറി ചോറും. അങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ടു പോയ വീടുകൾ കുറെ ഉണ്ട്. ആ നീലിക്കാപ്പ് ഭാഗത്തൊക്കെ അവർക്കൊക്കെ രാത്രി 3 നേരം ഫുഡ് ഞങ്ങൾ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നത്. പിന്നെ ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കുറെ ഫുഡ്, ഒരു 100-500 ഫുഡ് ഞങ്ങൾ കൊടുക്കും. ബാക്കി ഞങ്ങൾ നേരിട്ട് വിതരണം, ഞങ്ങൾ അവർക്ക് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുക. കാരണം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനത് കഴിക്കണ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ അപകട മേഖലകളിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? എന്റെ ഒരുപാട് പേര്, സുഹൃത്തുക്കളും വളരെ അടുത്ത ആളുകളും. അതൊന്നും നികത്താൻ പറ്റില്ല സാറേ. ഒരു 35 പേരെങ്കിലും എന്റെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ പോയിട്ടുണ്ടാവും. ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും അദ്ദേഹത്തോട്. നിങ്ങൾ പിന്നെ ഇവിടെ വരും കാക്ക, നമുക്ക് ടെൻഷൻ അടിക്കാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഇവരെ കൂടെ ജോലി ചെയ്താ. അന്ന് മുതൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ ടെൻഷനിലാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ ടെൻഷനും കുറച്ച് ഒഴിവായി കിട്ടും. ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാൻ പാടില്ല. അത്രയും വലിയ സേവനങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തത്. ഈ വേദന, വലിയ വേദന, പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇദ്ദേഹത്തിന് മാത്രം, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളായി ഏതാണ്ട് 35-ലധികം ആളുകളെ ഈ അപകട മേഖലയിൽ നിന്ന് എന്നേക്കുമായി ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് ഇവിടേക്ക് രക്ഷാദൌത്യത്തിന് വേണ്ടി എത്തുന്ന, തെരച്ചിലിന് വേണ്ടി എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമൊക്കെ സ്നേഹത്തിന്റെ ഭക്ഷണം വിളമ്പുകയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന്. സ്വാഭാവികമായി നമ്മുടെ നാടിന്റെ കരുതലിന്റെ, സ്നേഹത്തിന്റെ, ചേർത്ത് പിടിക്കലിലേക്ക് ഒരു മാതൃക തന്നെയാണ് ഈ സഹോദരങ്ങൾ അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവർക്ക് നമ്മുടെയും എല്ലാവിധമായ പിന്തുണയും രേഖപ്പെടുത്തുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.